ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു സ്പഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിശയം തോന്നും, എങ്ങനെയാണ് 3 ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. എന്നാൽ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും കാണണം. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. ബട്ടർ ചേർക്കുന്നില്ല, ഓയിൽ ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 5 മുട്ട നമുക്ക് ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കണം. അതിനായിട്ട് ഞാൻ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണത്തിനകത്തോട്ട് മുട്ടയുടെ മഞ്ഞയും മറ്റേ ബൗളിനകത്തോട്ട് മുട്ടയുടെ വെള്ളയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ 5ാമത്തെ മുട്ടയും ഞാൻ അതിൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മുട്ടയുടെ മഞ്ഞ ഒഴിച്ചിട്ടുള്ള ബൗൾ മാറ്റി വയ്ക്കാം. ഇനി ഈ മുട്ടയുടെ വെള്ളം നമുക്ക് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം വീട്ടിലുണ്ടെങ്കിൽ. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്കർ വെച്ചിട്ട്, വിസ്കർ തന്നെ വേണമെന്നില്ല, നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ശരിക്കും പതഞ്ഞ് വരും. ആ പതഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. നല്ലതുപോലെ ഈ ഒരു പരുവം വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വിസ്കർ വെച്ചിട്ടാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. കുറച്ച് ക്ഷമയോടുകൂടെ നല്ല സ്പീഡിലൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഈ ഒരു മുട്ടയുടെ വെള്ളയ്ക്കകത്തോട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മുഴുവൻ പഞ്ചസാരയാണ്, പൊടിക്കുന്ന പഞ്ചസാര ഒന്നും വേണ്ട. ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആ ഒരു മുട്ടയുടെ വെള്ളയുടെ പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ എന്നെടുത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതുപോലെ ക്രീമി ആയിട്ട് മാത്രമേ വരത്തുള്ളൂ. നമ്മുടെ മുട്ടയുടെ വെള്ള പോലെ പതഞ്ഞൊന്നും വരത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ചും കൂടി ഒരു വലിയ ബൗളിനകത്തോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ എല്ലാം മാറ്റി ഒഴിക്കുകയാണ്. കാരണം നമുക്ക് ഇനി ഇതാണ് നമ്മൾ കേക്കിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് മുട്ടയുടെ മഞ്ഞ എടുത്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. 2 or 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മുടെ കസ്റ്റേർഡ് ക്രീമൊക്കെ വരത്തില്ലേ, അതാണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ്സും ആ ഒരു കൺസിസ്റ്റൻസിയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആ ഒരു പരുവമാകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞേര കണ്ടോ, ഇതിൻ്റെ ബാറ്റർ കണ്ടോ, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞേര ഒരു മിക്സ്ചറിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത്. കുറച്ചൊരു തിക്നെസ് വേണം കേട്ടോ. നമ്മുടെ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ പരുവാണ് വേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മൈദപ്പൊടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കാം, അല്ലെങ്കിൽ റവ പൊടിച്ചതാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർക്കുന്നത്. മൈദ ഞാനൊരു 4 ടേബിൾ സ്പൂണോളമുള്ള മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂണോളം മൈദ ഒന്ന് ചേർത്തിട്ട് വരാം. മൈദയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ടോ, എപ്പോഴും ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലത്തെ ഒരു സ്പാച്ചുല മേടിക്കാണ് നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഇളക്കുന്ന വുഡൻ്റെ തവയുണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമോ പാലോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ഈ മുട്ടയുടെ മഞ്ഞയിൽ നമ്മുടെ മൈദ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി കട്ടിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. അത് സാരമില്ല, കാരണം നമ്മളിത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടയുടെ വെള്ള പതച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ടെൻഷൻ ആക്കണ്ട. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ.
അപ്പോൾ ഞാൻ നമ്മുടെ മൈദയും മുട്ടയുടെ മഞ്ഞയും ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, നമുക്കിതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതിയാവും. ഇതിങ്ങനെ ശരിക്കും ഈ ഒരു നമ്മൾ മേഘത്തിൻ്റെ പോലെ ഇങ്ങനെ ഇരിക്കുക, അത്രയും നല്ല ഫ്ലഫി ആയിട്ട്, അല്ലെങ്കിൽ കാണാനൊക്കെ ഏകദേശം അതുപോലെയൊക്കെയാണ് ഇരിക്കുക മുട്ടയുടെ വെള്ള ഇങ്ങനെ പതച്ച് എടുക്കുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഇച്ചിരി സമയം എടുക്കും. ഇവിടെ നമുക്കിതൊരു 1 മിനിറ്റോളം സമയം എടുക്കും. പെട്ടെന്ന് ഈ മുട്ടയുടെ വെള്ള ഇതിനകത്ത് അലിഞ്ഞു വരത്തില്ല. അതുകൊണ്ട് നമുക്കൊരു സമയമെടുത്ത് നമുക്ക് പതുക്കെ മടക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കി നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പതപ്പിക്കുന്ന പോലെ ഒരിക്കലും പതപ്പിക്കരുത്. നമ്മുടെ ഈ കേക്ക് ഒട്ടും തന്നെ സോഫ്റ്റായി വരില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഇതിനെ ഫോൾഡിങ് എന്നാണ് പറയുക. നമ്മളിങ്ങനെ മടക്കി അത് കുറച്ച് സമയമെടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ചേർത്തിട്ടില്ല, ഓയിൽ ചേർത്തിട്ടില്ല, ബട്ടർ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അത് ആ മുട്ടയുടെ വെള്ളയാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ കേട്ടോ. അപ്പം മുട്ടയുടെ വെള്ള ചേർക്കും തോറുമാണ് നമ്മുടെ മാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാറ്റർ ഒന്ന് ലൂസായിക്കേ വരത്തുള്ളൂ. ആദ്യം നമ്മൾ മുട്ടയുടെ മഞ്ഞയിൽ ചേർക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാം. അത് കഴിഞ്ഞെന്നാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. അപ്പം ഞാൻ ഇന്ന് കേക്കിൻ്റെ ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ടിന്നിന് പകരം വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എപ്പോഴും ഇതുപോലത്തെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ പാത്രം വെച്ചിട്ടാണ് ഇപ്പോഴും അധികവും ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു വന്ന് ഇന്ന് കേക്ക് ടിന്നിൽ കാണിക്കാം എന്ന്. അപ്പോൾ ഇതാ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. എന്നോട് ശ്രുതി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി കേക്ക് ടിന്നൊന്നും ചേച്ചിയുടെ കാണിക്കാറേ ഇല്ലല്ലോ, കണ്ടിട്ടേ ഇല്ലല്ലോ, അതുപോലെ ഓവനിൽ ബേക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കണം എന്ന്. അപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്നതൊക്കെ പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ബട്ടറൊക്കെ തൂത്ത് ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു നിർബന്ധമില്ല അങ്ങനെ വെക്കണം എന്നൊന്നും, ഞാനങ്ങ് വെച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അതിന് പകരം ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി, ബട്ടറോ ഓയിൽ വെച്ചിട്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ബാറ്റർ വന്നിരിക്കുന്നത്. ഒരു ഓയിലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും തട്ടി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നുമല്ല, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ എന്തായാലും ബാറ്ററൊക്കെ ഒഴിച്ച് ഒന്ന് തട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ അവിടെ ബാറ്ററി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബേക്ക് ചെയ്യണേന്ന് നോക്കാം. അതിനായിട്ട് വീട്ടിൽ ഒരു പഴയ പാത്രം എടുക്കായിരിക്കും നല്ലത്. ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. നിങ്ങൾക്ക് ഇനി ഇഡ്ഡലി ചെമ്പാണെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിൽ. അത് ഉപ്പ് ഞാൻ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 1 ദിവസം മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള കേക്കിൻ്റെ അപ്പോഴും ഞാൻ ഉപയോഗിച്ചിരുന്ന ആ ഉപ്പ് തന്നെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആദ്യം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം 5 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്ക് വെക്കുന്നതിന് മുന്നേ 5 മിനിറ്റെങ്കിലും ഇതുപോലെ പാത്രം ചൂടാക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ്, കറക്റ്റ് 15 മിനിറ്റാണ് ഇവിടെ എടുത്തത് എനിക്ക്. അതിപ്പോൾ നിങ്ങളൊരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് അത് ക്ലീൻ ആയിട്ടാണ് വന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആണെന്നാണ്. ഇതിപ്പോൾ ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടീ കേക്കാണ് ഇത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് വിടിയിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു പ്ലേറ്റിനകത്തോട്ട്. അപ്പോൾ ഞാൻ കേക്ക് ഒരു പാത്രത്തിലോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക്, ടീ കേക്ക് എന്നൊക്കെ പറയാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടീ കേക്ക് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്തിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ
ബട്ടർ പേപ്പറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്, നല്ല മഞ്ഞ കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നോർമലി തോന്നുന്ന ഒരു സംശയമായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എങ്ങനെയാണ് ഇതിൻ്റെ മുട്ടയുടെ മണം ഭയങ്കരമായിട്ട് വരത്തില്ലേ എന്നുള്ളത്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, മുട്ടയുടെ മണം വരത്തേയില്ല. നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഒപ്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഇതിൻ്റെ കുത്തൽ വരത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ കുത്തൽ വരുമോ എന്നൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് ഇച്ചിരി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഞാനതൊന്ന് കാണിക്കുക എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, ഇത്രയും സോഫ്റ്റാണ് നമ്മുടെ ഈ കേക്ക്. വളരെ സ്പഞ്ചി ആയിട്ടുള്ള കേക്കും കൂടിയാണ്. സോഫ്റ്റ് മാത്രമല്ല കേട്ടോ, ഇച്ചിരി സ്പഞ്ചിയും കൂടിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ച് കാണിക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ്, കാരണം വളരെ സിമ്പിളല്ലേ ഇത് കഴിക്കാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ ഇച്ചിരി ചൂടോടുകൂടെ ഞാൻ കട്ട് ചെയ്തതുകൊണ്ടാട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ പമ്മിയിരിക്കുന്നത്. കാരണം ഞാൻ ചൂടങ്ങ് മുഴുവൻ വിട്ടാറിയിട്ടില്ല. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും, ചിലപ്പോൾ പുക വരുന്നുണ്ടാവും. അപ്പോൾ ഇനി ഇത്രയും സ്പഞ്ചിയാണ് ഈ കേക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ ഉള്ളിനൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു 3-4 മുട്ട വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലെ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കണം എന്നുള്ള ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണും, വാനില എസൻസുകളൊന്നും ചേർക്കാതെ എങ്ങനെ ഇത് കറക്റ്റായിട്ട് വരിക, സ്മെല്ല് വരത്തില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുക വരത്തില്ലേ എന്നൊന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ഞാൻ പറയുന്നു, ഇതിനകത്ത് വാനില എസൻസ് ചേർക്കേണ്ട കാര്യമേ ഇല്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയും കൂടെ ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ക്രീമിക്ക് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് ഇച്ചിരി പ്ലെയിൻ ആണ് എങ്കിൽ പോലും ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു കേക്ക് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വലിയ കേക്കിൽ നിന്ന്. എന്നിട്ട് ഇതിൻ്റെ നടു ഞാനിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫില്ലിങ്ങുകൾ നിറച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി ജാമാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മേലൊന്ന് തൂത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് ജാമാണോ ഉള്ളത് അതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഈ കേക്ക് കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഒരു ജാമിൻ്റെ ഫ്ലേവറൊക്കെ നല്ലൊരു സ്വാദ് കൊടുക്കും. കേക്കിന് ഒന്നും കൂടെ നമുക്കതൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ ജാമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ജാമൊക്കെ എടുത്ത് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ നമ്മുടെ ക്രീമാണ് ഇതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിത് മിക്സിയിൽ അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, അല്ലെങ്കിൽ വിപ്ഡ് ക്രീമാണ്. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് മുന്നോട്ട്, മിക്സിയിൽ എങ്ങനെ നമുക്ക് വിപ്പ് ക്രീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതും ഇതുപോലെ തന്നെ ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാത്രം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ മാറ്റി പകർത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ആ ബൗളിൽ അങ്ങനെ കുറച്ച് അലങ്കോലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ ക്രീം. അപ്പോൾ ഇനി ഇതും കൂടെ അതിനകത്തൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചു. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ശരിക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിക്കുന്ന ഒരു പ്രതീതിയാണ്. ഇതിൻ്റെ മേലെ ഞാൻ അല്പം ഒരു സ്ട്രോബെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണം എന്നൊന്നുമില്ല. വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒരു ടീസ്പൂണോളമുള്ള ക്രീമും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു ഡിസേർട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് ജെയ്ഡപ്പനാണ് കൊണ്ടു കൊടുക്കുന്നത്. കാരണം ഈ ക്രീമിൻ്റെ ഒക്കെ ആശാൻ ജെയ്ഡനാണ്. അവൻ കഴിച്ചിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഒരു അഭിപ്രായം കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യം. അല്ലെങ്കിൽ അവൻ കഴിക്കത്തേയില്ല, തൊടത്തേയില്ല. അപ്പം ഇന്ന് ഞാൻ അവനെ കൊടുത്ത് നോക്കുകയാണ്. ജെയ്ഡുന്നോ ജെയ്ഡ് നോക്കിയിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു. തരാം. ആണോ? അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഈ സിമ്പിൾ സ്പോഞ്ച് കേക്ക് നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.